സംബന്ധിച്ചിടത്തോളമുള്ള ഈ വാർത്താ സമ്മേളനം പങ്കുചേരുവാൻ കഴിഞ്ഞു വന്നിട്ടുള്ള എല്ലാവരെയും ഈ സഭയെ പ്രതി അങ്ങയോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണം മേലിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് വാർത്താമാധ്യമങ്ങളിലൂടെ സഭയ്ക്ക് അറിയാനിടയായി. സഭ എന്നുള്ള നിലയിൽ ഒരു മെത്രാപ്പോലീത്ത മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചതെന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതിയില്ല. അത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഒരു സഭ എന്നുള്ള നിലയിൽ മെത്രാപ്പൊലീത്തായ്ക്ക് സഭയ്ക്കകത്ത് സംസാരിക്കാൻ ധാരാളം വേദികളുണ്ട്. സുന്നോദോസുണ്ട്, വർക്കിംഗ് കമ്മിറ്റിയുണ്ട്, മാനേജിംഗ് കമ്മിറ്റിയുണ്ട്. ഇന്നുവരെയും ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ പറയുന്ന മെത്രാപ്പൊലീത്ത ഒരു സമിതികളിലും വെച്ച് സഭയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചോ ഭരണം സംബന്ധിച്ചോ കണക്കുകൾ സംബന്ധിച്ചോ ഒരു കാര്യം സംബന്ധിച്ചും ഇതുവരെയും യാതൊരു ചോദ്യങ്ങളോ ആരോപണങ്ങളോ നാളിതുവരെ ഉന്നയിച്ചിട്ടില്ല. കഴിഞ്ഞ 4-5-6 മാസമായി അദ്ദേഹം ചുമതലയിലിരിക്കുന്ന ഇടുക്കി ഭദ്രാസനത്തിൽ സഭയറിയാതെ ആ ഭദ്രാസനം അറിയാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള വസ്തു ഇടപാടുകൾ അദ്ദേഹം പലതും ചെയ്തത് ഭദ്രാസനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും സഭ അല്ലെങ്കിൽ ഭദ്രാസനത്തിന്റെ വസ്തുവകകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഇടപാടുകൾ നടത്തിയതിൽ പല വസ്തുക്കൾക്കും അഡ്വാൻസ് കൊടുക്കുകയും ഒരു വസ്തു പോലും വാങ്ങിക്കാൻ സാധിക്കാതെയും 1-2 വസ്തുക്കൾ മാത്രം വാങ്ങിക്കുകയും പലരിൽ നിന്നും കടം വാങ്ങിച്ചും ഭീമമായ തുകകൾ വരെ കടം വാങ്ങിച്ചും കഴിഞ്ഞ കുറെ വർഷങ്ങളായി വലിയ ഒരു കടബാധ്യത അദ്ദേഹം വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കടബാധ്യതകളെ സംബന്ധിച്ച് നാളിതുവരെ സഭയുടെ ഒരു ബോഡികളിലും അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് അറിയുന്നത് കടം കൊടുത്തിട്ടുള്ള ആളുകൾ 50 ലക്ഷവും 40 ലക്ഷവും 30 ലക്ഷവും 10 ലക്ഷവും മുതൽ 1-2 ലക്ഷം വരെയുള്ള കടം കൊടുത്തിട്ടുള്ള ആളുകൾ മെത്രാപ്പൊലീത്തന്മാരെയും സഭാസ്ഥാനത്തും സഭയുടെ സമിതികളിലും നേരിട്ടും ഔദ്യോഗികമായ രേഖാമൂലവും വന്ന് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അദ്ദേഹം വരുത്തിവെച്ച കടബാധ്യതകൾ അദ്ദേഹത്തിന് തീർത്തുകൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹം വരുത്തിവെച്ചതാണ്, അത് വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത് അത് വീട്ടിക്കൊള്ളാമെന്നുമാണ് അദ്ദേഹം ഞങ്ങളോട് നാളിതുവരെ പറഞ്ഞിട്ടുള്ളത്. സഭ ഇത് സംബന്ധിച്ച് പല പ്രാവശ്യം മെത്രാപ്പൊലീത്തായുമായി മെട്രോപൊളിറ്റൻ കമ്മിറ്റി ശ്രേഷ്ഠ കാതോലിക്ക ബാവായും പല പ്രാവശ്യം ചർച്ചകൾ നടത്തിയെങ്കിലും സഭ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ പ്രാബല്യത്തിൽ വന്നില്ല. കുറച്ചു നാളുകളായി ഈ പറയുന്ന കടം കൊടുത്തിട്ടുള്ള ആളുകൾ മാനസികമായും ഒക്കെ മെത്രാപ്പൊലീത്തായെ കണ്ടമാനം പീഡിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ അദ്ദേഹം വരുത്തിവെച്ച കടം തീർക്കാതെ വരുമ്പോൾ അത് മറ്റാരുമായിട്ട് കൂടുതൽ സഭയുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ തീർക്കാതെ വന്നപ്പോൾ അത് മാനസികമായ ബുദ്ധിമുട്ട് കുറച്ചു നാളുകളിലായി ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ടിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇടുക്കി ഭദ്രാസനത്തിന്റെ ചുമതലയിൽ ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്നത് ഒരിക്കലും ഗുണകരമാവില്ല എന്നുള്ള ബോധ്യം സഭയ്ക്കുണ്ടായതുകൊണ്ടും ഇടുക്കി ഭദ്രാസനത്തിന്റെ ഭദ്രാസന കൌൺസിൽ കൂടി അദ്ദേഹത്തെ ഈ സാഹചര്യത്തിൽ അവിടുത്തെ ചുമതലയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് സുന്നഹദോസിലേക്ക് ശുപാർശ ചെയ്ത പശ്ചാത്തലത്തിലുമാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ
കൽപ്പന പ്രകാരം മെത്രാപ്പോലീത്ത വരുത്തി വെച്ചിരിക്കുന്ന കടബാധ്യതകളും അദ്ദേഹത്തിന്റെ ചില ജീവിത ദർശനങ്ങൾ സംബന്ധിച്ചുള്ളതായ ചോദ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടും മാത്രം മതി അദ്ദേഹം തുടർന്ന് ഭദ്രാസന ഭരണത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള മെട്രോപൊളിറ്റൻ കമ്മിറ്റിയോട് കാതോലിക്ക ബാവയോട് പരിശുദ്ധ പാത്രീക്കീസ് ബാവ കൽപ്പിച്ചതനുസരിച്ചാണ് ഈ മെത്രാപ്പൊലീത്തായെ താൽക്കാലികമായി ഭദ്രാസന ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് ഉള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് അനേകം ആളുകൾക്ക് അദ്ദേഹം കൊടുക്കാനുള്ളതായ പണമാണ്. അത് സഭയുമായി യാതൊരു വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഇവിടെ വർക്കിംഗ് കമ്മിറ്റി ഇപ്പോൾ കൂടി അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ 3 കോടി രൂപ സഭയ്ക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ശുദ്ധ നുണയാണ്. അങ്ങനെ അദ്ദേഹം ഇവിടെ പണം തന്നിട്ടുള്ളതായിട്ട് യാതൊരു രേഖയുമില്ല. ഇവിടെ സഭാ സെക്രട്ടറിയും ട്രസ്റ്റിയും വെളിപ്പെടുത്തി അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഈ സഭയ്ക്ക് തന്നിട്ടുള്ള 5 ലക്ഷം രൂപയാണ്. അതിന്റെ റെസീറ്റും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആരെയൊക്കെ സഹായിക്കുകയും ആർക്കൊക്കെ വേണ്ടിയിട്ട് പണം കൊടുക്കുകയും എവിടെയൊക്കെയോ ലാൻഡ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തുള്ള പണമാണ്. അങ്ങനെ അദ്ദേഹം സഭയറിയാതെ ഭദ്രാസനം അറിയാതെ നൽകിയിട്ടുള്ളതായ ഇടപാടുകൾക്ക് സഭയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഇന്നുവരെ സഭ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് പാത്രീർക്ക സെന്ററിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെയും സഭയുടെയും ഉത്തരവാദിത്തത്തോടെ താമസിച്ച് അദ്ദേഹത്തിന്റെ കടബാധ്യതകളെല്ലാം തീർത്ത് കാര്യങ്ങളെല്ലാം ഒരു നല്ല നിലയിലായതിനു ശേഷം അദ്ദേഹം തിരിച്ച ഭദ്രാസന ഭരണത്തിൽ പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനമായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്. അദ്ദേഹം പത്രത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ 2 ദിവസം മുമ്പും മെട്രോപൊളിറ്റൻ സമിതി അദ്ദേഹമായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കടബാധ്യതകൾ തീർക്കാൻ അദ്ദേഹത്തിന്റെ നിലയിൽ സാധിക്കുന്നില്ല എങ്കിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അതിനുള്ളതായ സംവിധാനം കണ്ടെത്തിക്കോളാം, ഭാരപ്പെടേണ്ട എന്നുകൂടി പറഞ്ഞ് അവിടെ നിന്നും പിരിഞ്ഞതാണ്. വീണ്ടും തിരിച്ച് ഇടുക്കിയിലേക്ക് പോകരുത് എന്നും അവിടെ അപകട സാധ്യതകളുണ്ട് എന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ സഭയുടെ നിർദ്ദേശങ്ങളും സുന്നഹദോസിന്റെ നിർദ്ദേശങ്ങളും മെട്രോപൊളിറ്റൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും മെത്രാപ്പൊലീത്ത അനുസരിച്ചില്ല എന്നുള്ള അച്ചടക്ക ലംഘനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി എന്ന് മാത്രമല്ല, സഭയ്ക്ക് ഔദ്യോഗിക ബോഡികൾ ഉള്ളപ്പോൾ ഒരു മെത്രാപ്പൊലീത്ത മാധ്യമങ്ങളുടെ മുമ്പാകെ സഭയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും സഭയ്ക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. സഭ അതിനെയെല്ലാം നിഷേധിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും സഭയ്ക്കകത്ത് തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധമൊന്നുമില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. അതൊക്കെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്ന അദ്ദേഹം പറയുന്നു. എന്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ ഞങ്ങളും കേട്ടു, ഞങ്ങളും കണ്ടു. എന്തായാലും മെത്രാപ്പൊലീത്തായെ സംബന്ധിച്ചിടത്തോളം ഒരു ഭദ്രാസന ഭരണം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്ന ഒരു മാനസിക സ്ഥിതി തിരുമേനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതിൽ അദ്ദേഹത്തേക്ക് വഴിതെളിച്ച ഒരു പക്ഷേങ്കിൽ അദ്ദേഹം വരുത്തിവെച്ച ഭീമമായ കടബാധ്യതയും അദ്ദേഹത്തിന്റേതായ ചില ജീവിത രീതികളും ചില ദർശനങ്ങളും ചില സ്കൂൾ ഓഫ് തോട്ട്സും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. അത് സഭയ്ക്ക് മുഴുവനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതും ഇതിന്റെ അകത്തുണ്ട്. എന്നാൽ ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഇത്രയും പൊതുജന മധ്യത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം മെത്രാപ്പൊലീത്തന്മാർക്കും സമിതികൾക്കും വിശ്വാസികൾക്കും ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഇത് പൊതുജനത്തിന് മുമ്പായി ഈ വിഷയങ്ങൾ കൂടുതൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് സഭയ്ക്ക് സഭയുടെ കാര്യം തുറന്നു പറഞ്ഞേ മതിയാകൂ. മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സിനോദോസിന് മാത്രമേ തീരുമാനങ്ങൾ ശുപാർശ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പാത്രീർക്കീസ് ബാവയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുകയുള്ളൂ. വർക്കിംഗ് കമ്മിറ്റി ഇന്ന് കൂടി അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള നടപടികൾ വരെയൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാൽ നാളത്തെ സിനോദോസിൽ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ചർച്ചകൾ ആരംഭിക്കും. അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ സംരക്ഷിക്കുന്നതിന് സഭ ഇന്നും പ്രതിജ്ഞാബദ്ധമാണ്. കാരണം അദ്ദേഹം ഈ സഭയുടെ മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും സഭയ്ക്ക് വളരെ കടുപ്പമേറിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ആ വെളിപ്പെടുത്തലുകളിൽ സത്യമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടും അദ്ദേഹത്തിന്റെ മാനസിക വിഭ്രാന്തിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ
തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ അദ്ദേഹത്തിന് അത് തിരുത്തുവാനും അദ്ദേഹത്തിന് കുറച്ചു കാലം മാറി നിന്നുകൊണ്ട് ഒരു സബാറ്റിക്കൽ എടുത്തുകൊണ്ട് തിരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഭദ്രാസന ഭരണത്തിലേക്ക് വരാവുന്ന സംവിധാനങ്ങൾ നാളത്തെ സുന്നഹദോസ് ആ നിലയ്ക്കുമൊക്കെ ചിന്തിച്ച കാര്യങ്ങൾക്ക് ഒരു രമ്യമായ പരിഹാരം കണ്ടെത്താമെന്നാണ് പ്രത്യാശ വയ്ക്കുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് സഭ ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ ശരിയായ ബുദ്ധിയിലാണോ ചിന്തിക്കുന്നത് എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളറിയാം, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇന്ന് വരെ ഈ സഭയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ആരോപണം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട്, ഈ സഭയിൽ നിന്ന് മെത്രാങ്കക്ഷിയിലേക്ക് പോയിട്ട് തിരുമേനിമാരുണ്ട്, മറുപക്ഷത്തേക്ക് പോയിട്ടുള്ള തിരുമേനിമാരുണ്ട്. അവര് പോലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും സഭയ്ക്കെതിരെ നടത്തിയില്ല. അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞു, അതെന്താണെന്ന് ശരിയല്ല. അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങളെ കുറിച്ച് പറയണ്ടേ, എന്താണെന്ന് നമുക്ക് സ്വീകരിക്കാം. തിരുമേനിയുടേതായ ഒരു പ്രാർത്ഥന രീതികളുണ്ട്, അദ്ദേഹത്തിന്റേതായ ഒരു ഡിസൈപ്പിൾഷിപ്പ് അദ്ദേഹത്തിനുണ്ട്. അതില് ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. ഒരു തികഞ്ഞ ഒരു ആത്മീയതയിൽ പോകുന്ന ഒരു കൾട്ട് പോലെയുള്ള ഒരു സംവിധാനമാണ് തിരുമേനിയുടെ ഒരു പ്രാർത്ഥനാ രീതിയും കാര്യങ്ങളും ഒക്കെ. അതിൽ നിന്നും ഒക്കെ ഒത്തിരി പല പരാതികളും ആ കൂട്ടായ്മയെ സംബന്ധിച്ചൊക്കെയുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുമൊക്കെ പല ഭാഗത്തു നിന്നൊക്കെയുള്ള ഒത്തിരി പരാമർശങ്ങളും പരാതികളും ഒക്കെ കുറച്ച് കാലങ്ങളായിട്ട് സഭയ്ക്ക് കിട്ടിയിട്ട് അതേക്കുറിച്ചൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു മെട്രോപൊളിറ്റൻ സബ് കമ്മിറ്റി നാളത്തെ സുന്നഹദോസിന് ശേഷം അതേ സംബന്ധിച്ച് വിശദമായിട്ട് പഠിക്കാനും അതിനൊരു കണ്ടെത്തൽ നടത്താനും പരിഹാരം കണ്ടെത്താനും ഒക്കെ ആയിട്ട് ശ്രമിക്കുന്നു. ഈ സഭയ്ക്ക് ഇപ്പോൾ വരുത്തിവെച്ച കടബാധ്യത, ജീവിത രീതി, ജീവിത ദർശനം, ഈ 3 വിഷയങ്ങളിലാണ് അദ്ദേഹത്തെ അദ്ദേഹം സഭയുമായിട്ട് ആലോചിക്കാതെയും ഈവൻ ഭദ്രാസനത്തിലെ കൗൺസിലുമായിട്ടും ആലോചിക്കാതെയാണ് ഈ പറയുന്നതായ സ്വന്തം നിലയിൽ ഒന്നര കടബാധ്യതകളാണ്. ഇടുക്കി ഭദ്രാസനത്തിൽ അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ആർജിച്ചിരിക്കുന്നതായ പ്രോപ്പർട്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പോൾ അത് ഡിസ്പോസ് ചെയ്താൽ ഒരു 1.5 കോടി രൂപയിൽ കൂടുതലൊന്നും കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയിട്ടില്ല അദ്ദേഹം. പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ കടബാധ്യത 5 കോടിയിൽ കൂടുതലാണ്. മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെ ഈ കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ സിവിൽ കേസുകൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പശുമറ്റം ചിട്ടി ഫണ്ട് മുതൽക്കുള്ളതായ പ്രൈവറ്റ് കമ്പനികൾ, പ്രൈവറ്റ് അന്യായങ്ങൾ അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ച് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ സഭയുടെ ട്രസ്റ്റിയാണ്. എന്റെ പേര് ജോർജ് മാത്യു എന്നാണ്. 2 കാര്യത്തെപ്പറ്റി എനിക്ക് മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ സഭ ഭരിക്കപ്പെടുന്നത് 2002 ഭരണഘടന പ്രകാരം. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ മേടിക്കുന്ന എല്ലാ തുകകൾക്കും റെസീറ്റ് കൊടുക്കുക. ഈ തിരുമേനി 5 ലക്ഷം രൂപ ഇവിടെ അടച്ച് റെസീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കുകളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കുകൾ ഇവിടെ 2010-11 വരെയുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഈ കമ്മിറ്റി സമിതികളിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയത് അദ്ദേഹം തന്നെ ഇരിക്കുന്ന സമിതികൾ പാസ്സാക്കിയത്. ഈ അതല്ല, ആർക്കെങ്കിലും ഇവിടെ വന്ന് ഈ കണക്കുകൾ പരിശോധിക്കണമെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കണക്കുകളില്ല, കാണിക്കില്ല. പിന്നെ അദ്ദേഹം ആരോപണം വെച്ചിട്ടുണ്ട് 3 കോടി രൂപ ഈ സഭയിൽ തന്നു. അങ്ങനെ ഒരു തുക അദ്ദേഹം ഇവിടെ തന്നിട്ടില്ല. ആകെ ഇവിടെ അടച്ചിരിക്കുന്ന 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ തരുന്നത് എന്തിനാണ്? 5 ലക്ഷം രൂപ അദ്ദേഹം സഭയ്ക്ക് ഈ സഭ നിലനിന്ന് പോകുന്നതും അങ്ങനെയുള്ള സംഭാവനകളും പള്ളിയിൽ നിന്ന് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, കോളേജിന്റെ പണി നടക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി തരുന്ന തുകകൾ എല്ലാവരും സംഭാവനകളുണ്ട്. സമുദായത്തിന്റെ ട്രസ്റ്റിയാണ് ജോർജ് മാത്യു. ഈ കണക്കുകൾ എപ്പോ വേണമെങ്കിലും നിങ്ങളെ വരെ കാണിക്കാൻ ഞങ്ങളുടെയാണ് എല്ലാം റെഡിയാണ്. സഭാ സെക്രട്ടറി ആരോപണ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. സഭയുടെ സെക്രട്ടറിയാണ് തമ്പു ശോശനാഥ്. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി വരുത്തി വെച്ച അത് വിധവകളുടെ കയ്യിൽ നിന്നും സ്ത്രീകളുടെ കയ്യിൽ നിന്നും
ആത്മീയതയുടെ പേര് പറഞ്ഞ് വാസ്തവത്തിൽ അവരെ വഴിതെറ്റിച്ചാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പണങ്ങൾ മുഴുവൻ അദ്ദേഹം സ്വരൂപിച്ചിട്ടുള്ളത്. ഈ പറയുന്ന 5 കോടി രൂപ ഇപ്പോൾ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത് ഈ പറയപ്പെടുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ കയ്യിൽ നിന്നും വിധവകളുടെ കയ്യിൽ നിന്നും അവരെ ആത്മീയതയുടെ പേര് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും കടം കൊടുത്തിട്ടുള്ള അനേകരുണ്ട്. അവര് ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നതായ അവസ്ഥ അത് വാസ്തവത്തിൽ മാധ്യമങ്ങൾ അറിയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. പലർക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടി നിൽക്കുന്നതായ ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തെക്കുറിച്ച് ഇദ്ദേഹം ഒരിക്കലും ബോധവാനല്ല. അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു പോലും. കൂടുതൽ ബാധ്യതകൾ അല്ലെങ്കിൽ എവിടെ നിന്നെല്ലാം പണം ലഭിക്കാൻ സാധ്യതയുണ്ടോ അത് തേടിപ്പോകുന്നതായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് അഭിയൊന്ന് തിരുമനസ്സുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഇടുക്കി ഭദ്രാസനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പണം വാങ്ങിയിട്ടുള്ളത് എങ്കിൽ തന്നെ സ്വയം അവിടെ നിന്നും പോകേണ്ടതായ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവരുടെ സിസ്റ്റർഹുഡിന്റെ ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നത്. പിന്നീടുള്ള അവരുടെ കാര്യങ്ങളിൽ തിരുമേനി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് ശരിയാണ്. എന്നാൽ വീണ്ടും അവരെ മറ്റൊരു കോൺവെന്റിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുവെങ്കിൽ കൂടിയും കോൺവെന്റ് നിയമാവലി ഇവരുടെ രീതികളുമായിട്ട് ചേർന്ന് പോകാത്തത് കൊണ്ട് അവര് ആ കോൺവെന്റിൽ നിൽക്കാത്ത ഒരു സാഹചര്യമേ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചോദിച്ച കാര്യത്തിന് മറുപടി പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ യാക്കോബായ സഭയിലെ ഒരു മെത്രാപ്പോലിത്തയായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക ഭാരത്തിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളതായ മാനസികമായ ബുദ്ധിമുട്ടുകളാണ്. ഞാൻ അതിന് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. ആ മാനസിക സംഘർഷത്തിൽ നിന്നും അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്ന് ചോദിക്കുന്ന കാര്യമായിരിക്കില്ല നാളെ അദ്ദേഹം പറയുന്നത്, നാളെ ചോദിക്കുന്ന കാര്യമായിരിക്കില്ല പിറ്റേ ദിവസം പറയുന്നത്. ആ രീതിയിലാണ് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ചോദ്യം വന്നില്ലെങ്കിൽ പോലും അങ്ങോട്ട് പറയുക. അദ്ദേഹത്തെ ഇവിടെ നിന്നും ആളുകളെ അയച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു, മർദ്ദിക്കുവാൻ ശ്രമിച്ചു, വധിക്കുവാൻ ശ്രമിച്ചു എന്നൊക്കെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നടപടിയും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഇതൊരു ക്രിസ്തീയ സഭയാണ്. ആ ക്രിസ്തീയ ആദർശങ്ങളിൽ നിന്നുകൊണ്ടല്ലാണ്ട് ഈ സഭ ഒരു കാര്യവും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കുകയുമില്ല. കടബാധ്യതകൾ വരുത്തി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കടം വാങ്ങിയിട്ടുള്ളവർ അവർ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ അവർ പോയി ചോദിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. അല്ലെങ്കിൽ സഭ പറഞ്ഞു വിട്ടതല്ല. അദ്ദേഹത്തിന്റെ പിതൃസ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ബലമായിട്ട് ചില രേഖകൾ ഒപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊരാളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതൃസ്വത്ത് എറണാകുളം ബോർഡിലേക്ക് സമീപമായ അദ്ദേഹത്തിന് സ്ഥലമുണ്ട്, അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ചില രേഖകൾ സമാനത്ത് ഒപ്പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊരാളാണ് അദ്ദേഹം. ഞാൻ മുൻപിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമേ എനിക്ക് അതിന് മറുപടി പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ ഇപ്പോൾ പറയുന്നതൊന്നും മറുപടി അർഹിക്കാത്തതായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥ ആ നിലയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തില് അദ്ദേഹം ഇതിൽ കൂടുതലും കാര്യങ്ങൾ ഇനി പറയുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ നാളെ സുന്നോദോസ് കഴിയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള തിരുമേനിയോട് കമ്മ്യൂണിക്കേറ്റ് ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ കൽപ്പനകളുടെയും കോപ്പിയാണ് എല്ലാ ഒരുപാട്
ഇല്ല, അത് തിരുമേനിക്ക് ഉള്ള സ്വത്തുക്കൾ എന്ന് പറയുന്നത് അദ്ദേഹം താമസിക്കുന്ന വീടും പറമ്പും ഉള്ള ഒരു പ്രോപ്പർട്ടി. അതിൽ വേറെ ആർക്കും അവകാശമില്ല. അമ്മയുണ്ട്, അമ്മ ആ അവകാശമൊക്കെ തിരുമേനിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 38 സെന്റും ഒരു വീടും ഉള്ളത്. അതാണ് തിരുമേനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഉള്ള പ്രോപ്പർട്ടി തിരുമേനിയുടെ കസിൻസും തിരുമേനിയുടെ പെങ്ങന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതില് സഭ സ്വാഭാവികമായിട്ടും ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. ഈ കടബാധ്യതകൾ വേഗം തീരേണ്ടത് ഒരു അനിവാര്യതയായതുകൊണ്ടും വലിയ ഒരു സാമ്പത്തിക ബാധ്യത സഭയ്ക്ക് ഏറ്റെടുക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും തിരുമേനിക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ബാധ്യതകളൊന്നുമില്ലാതെ തിരുമേനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തിട്ട് ഈ കടം എത്രയും വേഗം വീട്ടണം എന്നുള്ളത് സഭ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് വിട്ട് അതിനപ്പുറത്തേക്കായിട്ട് യാതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി പ്രോപ്പർട്ടി എന്നുള്ളത്, അദ്ദേഹം ജനിച്ച വീട് എന്നുള്ളതിന്റെ സെന്റിമെന്റ്സ് അദ്ദേഹത്തിന് അതിനോടുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായ തീരുമാനം തിരുമേനിയും എടുത്തു എന്നതാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നീണ്ട് വഷളായി പോകാനുള്ളതായ സാധ്യത. അത് വിറ്റാൽ ഒരു 10-12 കോടി രൂപ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 5 കോടി രൂപ അങ്ങനെ അത് ഡിസ്പോസ് ചെയ്ത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അത് തിരുമേനി അതിൽ വൈമനസ്യം കാണിച്ചു എന്നുള്ളതാണ് അതിന്റെ അകത്ത്. അല്ലാണ്ട് സഭ അദ്ദേഹത്തിന് നിർബന്ധപൂർവ്വം അത് വിൽക്കാനോ ഒന്നും സഭ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉണ്ടാക്കിയ ബാധ്യത അദ്ദേഹത്തിന് തീർക്കണം. അദ്ദേഹത്തിന് അതിന് സാധ്യതകളുമുണ്ട്. ഇത് തന്നെയാണ് പുള്ളിയുടെ സിസ്റ്റേഴ്സും പുള്ളിയുടെ അമ്മയും പുള്ളിയുടെ കസിൻസും പുള്ളിയുടെ കടം വാങ്ങിച്ചിട്ടുള്ളവരും പറയുന്നതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് അത് വിൽക്കുന്നില്ല, വിറ്റാ കടം വീട്ടുന്നില്ല എന്നുള്ള മാത്രമേ സഭയ്ക്ക് അതിനോട് അനുകൂല സമീപനം തന്നെയാണ്. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വിറ്റ് വാങ്ങട്ടെ. മെത്രാപ്പോലീത്ത സഭയുടെ പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം പിന്നെ വീടിന്റെ സ്വത്ത് ഒന്നും വെട്ടിപ്പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സഭ മെത്രാപ്പോലിത്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് സഭ അത് ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. ഇത് അവിടെ പറഞ്ഞത് അതുപോലെ മാരകമാണ്. തമ്പു പല പ്രാവശ്യം പൈസ കൊടുത്തിട്ടുണ്ട്, ബാബാ ജനർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെയും കൊണ്ടൊന്നും തീരുന്നില്ല. അതാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വഷളായി ഇത്രയും ഒരു സ്ഥിതിയിലെത്തിയത്. അത് ഈ പണം കൊടുത്ത ആളുകൾക്ക് പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. പക്ഷെ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ വന്ന് തിരുമേനിക്കും ഒത്തിരി പ്രശ്നമിടുന്നു അവര്. അതാണ് തിരുമേനിയും പെട്ടെന്ന് കാര്യങ്ങൾ തീരാതെ വന്നപ്പോൾ അല്പം പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതും ഒക്കെ. പങ്കെടുത്ത ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനിയുടെ അധ്യക്ഷതയിലാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം നടന്നത്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സെക്രട്ടറി ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത, കണ്ടനാട് ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ ഈവാനിയസ് മെത്രാപ്പൊലീത്ത, കോതമംഗലം മേഖലാധിപൻ കുര്യാക്കോസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത, തൃശൂർ ഭദ്രാസനാധിപൻ ഏലിയാസ് മാർ അത്തനാസിയസ് മെത്രാപ്പൊലീത്ത, ഡൽഹി ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ പോളികർപ്പോസ് മെത്രാപ്പൊലീത്ത, മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ അധിപൻ മാത്യൂസ് മാർ അന്തീമോസ് മെത്രാപ്പൊലീത്ത, സഭാ ട്രസ്റ്റി ജോർജ് മാത്യു തെക്കേത്തലയ്ക്കൽ, സഭാ സെക്രട്ടറി തമ്പു ജോർജ് തുകല്, വർക്കിംഗ് കമ്മിറ്റി ഭാരവാഹികളാണ് ബാക്കി പങ്കെടുത്തത്. പക്ഷെ തിരുമേനി സഭ പറയുന്നത് കേൾക്കണം. ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ പാലിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ പാലിക്കണം. എപ്പിസ്കോപ്പൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണതയിൽ അദ്ദേഹം സ്വീകരിക്കണം. അത് വിട്ട് അദ്ദേഹത്തിന് തോന്നിയതുപോലെ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ തോന്നുന്ന സ്ഥലത്ത് താമസിക്കുക, തോന്നുന്ന ആളുകളെ കൂടെ താമസിപ്പിക്കുക, അതൊന്നും സഭയ്ക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ളതിന് ബിഷപ്പ് ഹൗസ് ഉണ്ടാവണം, താമസ സൗകര്യങ്ങൾ ഉണ്ടാവണം, അവിടെ ആരൊക്കെ താമസിക്കുന്ന ചില മാനദണ്ഡങ്ങളൊക്കെ സഭയ്ക്ക് ഉണ്ടേ. അപ്പൊ അത് വിട്ട കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് അദ്ദേഹം തയ്യാറാവണം. അത് തയ്യാറാവാനായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പരിശീലിപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം ടെലിവിഷനിലെ ഓരോ ഇത് കണ്ടിട്ട് ഇത് ആരാ ഇത് പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. നിഷേധിച്ചിരിക്കുക.
അതിന്റെ കടം സംബന്ധിച്ച് 6 മാസം മുമ്പ് ഇവിടെ തന്നിരിക്കുന്ന അതനുസരിച്ച് 4,41,52,229 രൂപയാണ് 6 മാസം മുമ്പുള്ള അത്. ഇത് ഇതിന്റെ 14-15 ഇരട്ടി മടങ്ങിലുള്ള ഇൻട്രസ്റ്റ് അടക്കം അത് 5.5 കോടി 5 കോടി രൂപയിൽ കൂടുതലായിട്ടുണ്ട്. പല ആളുകൾക്ക് കൊടുക്കാം. പല ആളുകൾ അതിന്റെ വിവരങ്ങളും ഒക്കെ ഉണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത്രയും വലിയ തമ്പുവിന്റെ കയ്യിൽ നിന്ന് പോലും 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സാമ്പത്തിക ഇടപാടുകളുടെ സഭയുടെ അനുമതിയില്ലാതെ നടത്താൻ പറ്റുമോ? സഭ അറിയാതെയാണ് ചെയ്യുന്നത്. ഞങ്ങള് ഭദ്രാസനത്തിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ് പലരും ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അവസാനം ഭദ്രാസനത്തിൽ ഈ പറയുന്നത് കുറച്ച് പള്ളികൾ തിരുമേനി പണിതിട്ടുണ്ട്, ഇല്ലാത്തതൊന്നും പറയാൻ പറ്റത്തില്ല. പള്ളികൾ ചിലത് പണിതിട്ടുണ്ട്, കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയോ കെടുകാര്യസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് പണം സംബന്ധിച്ച് അദ്ദേഹം ഒരു ലാഘവത്തിൽ എടുക്കുന്ന ഒരാളാണ് പൊതുവെ. അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കും, അദ്ദേഹം തിരിച്ചു ചോദിക്കില്ല. ഞാൻ ഒരു സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം 50 ലക്ഷം രൂപ ഇപ്പൊ സഹോദരനിൽ നിന്ന് വാങ്ങിച്ചു, അദ്ദേഹം അത് ഉപയോഗിച്ചു, തിരിച്ചു ചോദിക്കുന്നു സമയം വന്നപ്പോൾ. അപ്പൊ അന്നേരം തിരുമേണ്ടി കാശില്ല എന്ന് വെച്ചാൽ പിന്നെ ആ പൈസ ചോദിക്കാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിന്റെ തോട്ട്, അദ്ദേഹത്തിന്റെ ധാര. അതായത് ഉള്ളപ്പോൾ തന്നു, എന്റെ കയ്യിൽ ഇപ്പോഴില്ല, അതുകൊണ്ട് താങ്കളുടെ പണം എന്റെ കയ്യുടെ പണമാണ്, അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് തിരുമേനി വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ധാരാളം പണം പലരും വാങ്ങിച്ചിട്ടുണ്ട്. വി ഡോണ്ട് നോ, ആരൊക്കെയാണെന്ന് അറിയത്തില്ല. അത് ഇദ്ദേഹം തിരിച്ചു ചോദിക്കില്ല. ഇദ്ദേഹം കടക്കണിയിൽ പെട്ട് കിടന്നാലും ഇദ്ദേഹം കൊടുത്ത കോടിക്കണക്കിന് രൂപ തിരുമേനി ആരും ചോദിക്കുകയില്ല. പക്ഷെ എന്ന് വെച്ച് മറ്റുള്ളവർ അതുപോലെ ചോദിക്കാണ്ടിരിക്കുമോ? അവർ കൊടുത്ത കാശ് അവർ ചോദിക്കാണ്ടിരിക്കുമോ? അവിടെയാണ് ശരിക്കുള്ള പ്രശ്നം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു എങ്ങനെ അതെ, സഭ അദ്ദേഹത്തോട് പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിരിച്ചുവിടാനായിട്ട് സഭയ്ക്ക് അത് ആവശ്യപ്പെടാം, പക്ഷെ അത് അദ്ദേഹത്തോട് വിചാരിക്കണം. നാളെ അദ്ദേഹം ഈ സഭയുടെ സമിതികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? എല്ലാ സമിതികളുണ്ട്. ഇപ്പൊ 4 ദിവസം മുമ്പ് ഞാനും ബാബായും തമ്പുവും അദ്ദേഹത്തിന്റെ കോൺഫിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമുള്ള 2 അഡ്വക്കേറ്റ്സും അടക്കം ഇരുന്ന് മെത്രാപ്പൊലിത്തായിട്ട് ഇരുന്ന് സംസാരിച്ചതാണ് കോതമംഗലം മൗൺസില അരമനയിൽ വെച്ച്. കഴിഞ്ഞ ആനിവേഴ്സറിയിൽ 3 ദിവസം അവിടെ സംബന്ധിച്ചതാണ്. അപ്പൊ അതിലൊന്നും ഉന്നയിക്കാതെ ഒരിക്കലും പറയാത്ത വിഷയങ്ങളാണ് അദ്ദേഹം പെട്ടെന്ന് ചാനല് വിളിച്ച് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തി. അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്, നാളത്തെ സിനോസിൽ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്, അറിയത്തില്ല. മറ്റ് ചില സഭകളുമായിട്ടൊക്കെ ചില ചർച്ചകൾ നടക്കുന്നുള്ളതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ചില സഭകളുമായിട്ടുള്ള അത് ഏതാനും ദിവസത്തിനകം നമുക്കത് വെളിവാക്കപ്പെടും, ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ. അങ്ങനെയൊന്നും വരാതിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് തിരുമേനിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തു വന്നത് എല്ലാവരോടും ഒരു നല്ല വാക്ക് പറയാൻ, മാധ്യമങ്ങളുടെ പ്രവർത്തകരോടൊരു നന്ദി പറയാനായിട്ട് വന്നതാണ്. സഭ യേശുക്രിസ്തുവിൻ്റെയാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എല്ലായിടത്തും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് സഭയുടെ ചുമതല. അത് അന്ത്യം വരെയും പുലർത്താൻ സഭയ്ക്ക് കടപ്പാടുണ്ട്.